ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ എനിക്കുടൻ തന്നെ ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അതിനായി 2 അച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ശർക്കര എല്ലാം നന്നായി ഉരുകി വരണം. ഇപ്പോൾ ശർക്കര എല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കോഴിമുട്ട. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കാനായി. ആദ്യം തന്നെ എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള ബാറ്ററാക്കി എടുക്കണം. ഈ തിക്നെസ് വേണം മാവിന്. എടുത്തിട്ടുള്ളത് 2 പഴമാണ്. ഇത് നീളത്തിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ ഷേപ്പിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഈ പഴം മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. എണ്ണയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവിൽ മുക്കി വെച്ച പഴം ഇട്ട് കൊടുക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രുചിയുള്ളൊരു പഴംപൊരിയാണിത്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.